എന്ത് ചെയ്യാ? എന്തിനാണ്? തനിയാണോ ഇറങ്ങാൻ പോണേ? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റ്മെന്റ് തുടങ്ങിയിട്ട് ആക്ച്വലി കുറേ നാളായി. ഇത് ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമുള്ളൊരു കുഞ്ഞു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനെ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നാട്ടിൽ പോയപ്പോൾ ഇങ്ങനത്തെ കുറേ ക്രാഫ്റ്റ്സ് പേപ്പറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ വളകാപ്പിനുള്ള ഡെക്കറേഷൻസൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇങ്ങനെ ക്രാഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പൂക്കളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് ഒരു മാസത്തോളം എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ രാത്രിയിൽ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ചെയ്ത് അങ്ങനെ കുറേ ടൈം എടുത്ത് സെറ്റ് ചെയ്താട്ടോ. പിന്നെ അവൾ നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയൊരു കണ്ണാടിയിൽ ഒരു താമരയൊക്കെ വരച്ച് ഇന്നലെ സെറ്റാക്കുകയാണ്. പിന്നെ വളകാപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. ഉണ്ണിയപ്പച്ചട്ടി ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി. അത്ര ശരിയായില്ല, എന്നാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. ഞങ്ങളുടെ സിഡ്നി ഫാമിലിയിൽ ഇത് രണ്ടാമത്തെ വളകാപ്പാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഉണ്ടാക്കി സക്സസ് ആയ ഒരു ഐറ്റമായിരുന്നു കാജു കത്ലിയും പിന്നെ ദേശി ക്രോസും. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കി. അത് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതെ ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ അടുത്ത മെയിൻ ഐറ്റം ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. അത് ഞങ്ങളാകെ 2 ദിവസമേ പോയുള്ളൂ. പക്ഷെ അവർ കുറേ പ്രാക്ടീസൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അവർ നല്ലപോലെ എഫേർട്ട് ഇട്ടായിരുന്നു ഈ ഒരു പരിപാടി സൂപ്പറാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോയ 2 ദിവസത്തെ ക്ലിപ്സേ എൻ്റെ കയ്യിലുള്ളൂ. അതാണ് ഈ കാണുന്നത്. ഞാനെല്ലാം പൊട്ടത്തെറ്റാണ് കളിച്ചത്. തലേ ദിവസം ഞങ്ങൾ പതുക്കെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ ഫർണിച്ചറൊക്കെ ഞങ്ങൾ റൂമിലേക്ക് മാറ്റി. എന്നിട്ട് ഹോളിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തത്. ഹാൻഡ് മെയ്ഡ് ഞങ്ങൾ ഉണ്ടാക്കിയ എല്ലാ ഫ്ലവേഴ്സാണ് ഇതൊക്കെ. എൻ്റെ ഒരു മെയിൻ ടാസ്ക് മെഹന്തി ഇടുക എന്നുള്ളതായിരുന്നു. ഞാൻ താമരയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് എന്തൊക്കെയൊക്കെ ആയി. ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന വളകാപ്പ് ഇന്നാണ് കേട്ടോ. ഇത് ലാസ്റ്റ് മിനിറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വിഷ് ചെയ്ത് വളയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. റൈസും ചിക്കനും ആയിരുന്നു.
ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഏറ്റവും കൂടുതൽ സർപ്രൈസ്ഡ് ആയതും ഹാപ്പി ആയതും ഈ ഒരു വീഡിയോയിലാണ് കേട്ടോ. അവസാനം ഞങ്ങൾക്ക് വേണ്ടി അവരൊരു സർപ്രൈസ് വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളകാപ്പൊക്കെ നടത്തണ കാണാൻ ഭയങ്കര മോഹമുണ്ട്, പക്ഷെ നടക്കില്ലല്ലോ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേടുകയാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഞങ്ങളത് കാത്തിരിക്കുകയാണ് കാണാനായിട്ട്. മക്കള് വളകാപ്പ് ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കും. എന്തായാലും ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ എല്ലാം വിഷ് ചെയ്യുന്നതാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ കേട്ടാ. ഞങ്ങൾക്ക് കാണണമെന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് ഇതുവരെ ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കാണാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പൊ വരാൻ പോണ ദേവിക്കും എല്ലാവർക്കും നല്ല എപ്പോയിട്ടിരുന്നറിയാം. സമാധാനായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ ഈ പ്രീഷ്യസ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേയിൽ എനിക്ക് പാടാൻ പറ്റിയത്. വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെലിവറി ആയി വിഷിക്കും. ഭയങ്കര എക്സൈറ്റിംഗ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നടക്കുന്നുണ്ട്. നമ്മൾ ഇൻപേഴ്സൺ അവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിലൂടെ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസിലൂടെ നമുക്ക് ഇവിടെ ഇന്ന് ഫീൽ ചെയ്യാൻ പറ്റും. വി ആർ ഓൾസോ ഹാപ്പി ഫോർ ദ ബോത്ത് ഓഫ് യു. And lots of love and blessings as you begin this beautiful
മതിയാ